എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെയാണ് സവാള വട വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. വളരെ രുചികരമായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തന്നെ കസ്റ്റമേഴ്സിനെ കിട്ടാനും സാധ്യത വളരെ തന്നെ കൂടുതലാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ സവാള വട, ഉള്ളിവടയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും വളരെ മുരിമുരിപ്പായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാത്തതുമുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത്. വീഡിയോ കണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർ രാവിലെയാണ് നിങ്ങൾ ഇതുപോലെയുള്ള വടകളൊക്കെ തയ്യാറാക്കി വിൽക്കുന്നതെങ്കിൽ രാത്രി മാവ് കലക്കി വെക്കുമ്പോഴാണ് ഇതേ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ഈ വൈകിട്ടത്തേക്കാണ് നിങ്ങൾ വട തയ്യാറാക്കുന്നതെങ്കിൽ അത് രാവിലെ തന്നെ മാവ് കലക്കി സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നല്ലൊരു പാചകം പഠിക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സവാള വട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. സവാള വട തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇതുപോലുള്ളൊരു ചെറിയ സവാള നമുക്കൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സവാള വടയ്ക്കുള്ള മാവ് ഒരു 6 മണിക്കൂർ നേരമെങ്കിലും നമുക്ക് കുഴച്ച് വെക്കേണ്ടതുണ്ട്. ഇനി ഈ സവാള വളരെ തിന്നായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. രാവിലെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കടികൾ പൊരിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ മാവ് കലക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനി വൈകിട്ടത്തേക്കാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നതെങ്കിൽ രാവിലെ തന്നെ മാവ് കുഴച്ച് വെക്കേണ്ടതുമാണ്. കട്ട് ചെയ്തെടുത്ത സവാളയെ നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കണം. തിരുമ്മി എടുക്കുമ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള ഇവിടെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയെ ഇതുപോലെ പൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കറിവേപ്പിലയും കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും പൊടിപ്പൊടിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും ഇവിടെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു പച്ചമുളക് എടുത്താലും മതിയാകും. പച്ചമുളകും നമുക്ക് പൊടിയായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിയൊന്ന് അളന്നെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇവിടെ മാവ് പെട്ടെന്ന് തന്നെ ഒന്ന് പൊങ്ങി കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പച്ചവെള്ളത്തിന് പകരമായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിലേക്ക് 5 ടീസ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ചേർക്കുന്നത് നമ്മുടെ സവാള വടയ്ക്ക് നല്ല മുരിമുരിപ്പ് കിട്ടുന്നതിനായിട്ടാണ്. ടീസ്പൂൺ കൊണ്ട് അളക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ സ്പൂണിൽ അളന്ന് കാണിച്ചിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 300 ഗ്രാം അളവിൽ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. മൈദപ്പൊടി ചേർത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടി കുഴച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സോഡാ പൊടി നമ്മുടെ മാവിലേക്ക് നല്ല പോലെ തന്നെ പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ മൈദപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നിങ്ങളപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചത് കൊണ്ടാണ് ഇതുപോലെ ലൂസായി വന്നിട്ടുള്ളത്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈദയും റവയും ഒക്കെ ചേർത്ത് നമുക്ക് സെറ്റാക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ മാവ് നല്ലവണ്ണം കുഴച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് നിരത്തിയതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടുന്നതിനായിട്ട് മാവ് ഒന്ന് ചെറിയ ചൂട് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ പൊങ്ങി വീർത്ത് കിട്ടിയിട്ടുള്ളത്. നല്ല ബബിളോട് കൂടി തന്നെയാണ് നമ്മുടെ മാവ് പൊങ്ങി വീർത്തൊക്കെ കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് ഉടൻ തന്നെ വട ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഒരു അയൺ പാനിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വട തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിനെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ മാവിനെ ഒന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം കൈവെള്ളയിൽ ഇട്ട് കൊടുത്ത് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. കൈവെള്ളയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു നടുഭാഗം ഹോൾ ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവെടുക്കുമ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. എണ്ണയിലേക്ക് സവാള വട ഇട്ട് കൊടുക്കുമ്പോൾ കൈകൊണ്ടൊന്ന് വലിച്ചതിന് ശേഷമായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടതും. നമ്മളെടുത്തിട്ടുള്ള ചട്ടി വളരെ ചെറുതായത് കൊണ്ടിട്ട് 3 എണ്ണം മാത്രമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. അല്ലെങ്കിൽ ഉൾഭാഗം മുരിയാതെ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. 2 വശവും മുരിഞ്ഞൊന്ന് പാകമായി കഴിഞ്ഞാൽ ഈ ഒരു കളർ മാറിയിട്ട് ഒരു മെറൂൺ കളറിലേക്ക് ആയി വരും. അതുവരെ നമുക്ക് തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞും കിട്ടുന്നതാണ്. വട എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഒരു വാഴയിലയിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അതിനുശേഷം രണ്ടാമതും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് വടയിട്ട് കൊടുക്കുക. വടയുടെ മാവ് നല്ലതായിട്ട് പാകമായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതുമാണ്. ഇനി കൈകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാനായിട്ട് അറിയില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ ചുറ്റിയിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഒരു റബ്ബർ ബാൻഡ് കൂടി ചുറ്റി ടൈറ്റാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ കൂടെ തടവി ഇതുപോലെ നമുക്ക് സവാള വട പൊരിച്ചെടുക്കാവുന്നതാണ്. മറ്റു പല വീഡിയോയിലും അതുപോലെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കാതിരുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സവാള വടയൊക്കെ ഞാനിവിടെ മുരിയിച്ചു മാറ്റുവാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ വടയെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. അതും നല്ല മുരിമുരിയോടുകൂടി തന്നെയാണ് നമുക്ക് പൊരിച്ചെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്വാദാണ്. നമ്മുടെ എല്ലാ വീഡിയോയും കണ്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഇതേ ഒരു രീതിയിൽ സവാള വട തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് പെർഫെക്റ്റ് സവാള വട തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.